നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി തന്റെ നിലപാടുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശൈലജമന്ത്രി ആരംഭിക്കുന്നു. കേരളത്തിന് ഇനി രക്ഷപ്പെടാനുള്ള ഏക മാർഗം നമ്മുടെ കടൽ മേഖലയാണ്, ബ്ലൂ ഇക്കോണമിയാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. പല രേഖകളിലൂടെ ആയല്ലോ. UDFന്റെ പ്രകടന പത്രിക, അത് കഴിഞ്ഞ് വന്ന ഗവർണറുടെ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം, പിന്നെ വന്നത് ബജറ്റ് രേഖയാണ്. ഇന്നലെ 22-ാം തീയതി പ്രതിപക്ഷത്തെ 4 MLA മാർ, അതിൽ നമ്മളെയൊക്കെ കബളിപ്പിച്ചൊരു MLA കൂടെയുണ്ട്, ഗേറ്റ് തുറക്കും എന്ന് ചോദിച്ച് ഉത്തരം വാങ്ങിച്ചെടുത്ത MLA അതെല്ലാം വിട്ടുകൊണ്ട് ഇപ്പോൾ പുതിയ സർക്കാരിനെ കുരുക്കിലാക്കാൻ ശ്രമിക്കുകയാണ്. ചോദ്യം എന്താണെന്നറിയാമോ? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾക്കായി മുൻ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി വന്നത് എന്താണാവോ? മുൻ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി വന്നത് നിങ്ങളല്ലേ ഗേറ്റ് തുറക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ചോദിച്ചത് മാർച്ച് 18 2025 മാർച്ച് 18. മന്ത്രി എന്താണ് മറുപടി നൽകിയത്? 2025 ജൂലൈ 18 മുമ്പ് തുറക്കും. ജൂലൈ 18 ഞങ്ങളിത് കരിദിനം, വഞ്ചനാ ദിനമായി ആഘോഷിക്കുവാനോ ആചരിക്കുവാനോ ഒക്കെ പോവുകയാണ്. കാരണം പറയുന്ന വാക്കിന് ഒരു വിലയുമില്ലാത്ത ഒരു സർക്കാരായിരുന്നു ഇടതുപക്ഷമെന്ന് ആ ഒരൊറ്റ സംഭവത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ബോധ്യം വന്നതാണ്. അദ്ദേഹം അടങ്ങുന്നവരാണ് ചോദ്യം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾക്കായി മുൻ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി വന്നതും പുതുതായി വിഭാവന ചെയ്തിട്ടുള്ളതുമായ പ്രവർത്തനങ്ങൾ ഏതെല്ലാമെന്ന് വ്യക്തമാക്കാമോ? മുഖ്യമന്ത്രി ബജറ്റിൽ പറഞ്ഞതും അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ 600 കിലോമീറ്റർ ഒരു കോംപ്രിഹെൻസീവ് പദ്ധതി, അതിനകത്ത് പോർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട്, അതെല്ലാം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന 2 കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 കാര്യം. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തുന്നതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ തെറ്റിദ്ധരുത്താനൊന്നും ശ്രമിക്കുകയല്ല, ഓർമ്മപ്പെടുത്തുന്നത് ആദ്യ തുറമുഖമായി മാറണമെങ്കിൽ, ഹരിത ഇന്ധനം നൽകുന്ന ആദ്യ തുറമുഖമായി മാറണമെങ്കിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കണം. കാരണം കണ്ട്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് തൂത്തുക്കുടി നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ബങ്കറിങ്ങിലൂടെ ഹരിത ഇന്ധനം നൽകണമെങ്കിൽ വളരെ വേഗതയിൽ ഈ പറഞ്ഞ ബജറ്റിൽ പറഞ്ഞ വാക്കുകൾ അതിന്റെ 100% അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ആദ്യ തുറമുഖമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം തുറമുഖം മാറണമെങ്കിൽ വളരെ വേഗതയിൽ ഭരണകൂടം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. രണ്ടാമത്തത് മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. വീണ്ടും അതേ ആവർത്തിക്കുകയാണ്. ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മദർ വെസലുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. മദർ വെസലുകൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം തിരുവനന്തപുരത്തെ കടലാണ്. കാരണം കപ്പൽ നിർമ്മാണം മാത്രമല്ല, അതിനേക്കാൾ പ്രധാനം അറ്റകുറ്റപ്പണിയാണ്. ഇവിടെ വരുന്ന കപ്പലുകൾക്ക് അടിയന്തരമായ അറ്റകുറ്റപ്പണി കൊടുത്തില്ലെങ്കിൽ പോർട്ടിന്റെ പ്രവർത്തനം അവതാളത്തിലാവും. നമുക്ക് അഗിതേതയുടെ കാര്യമായാലും അല്ലെങ്കിൽ അതുപോലുള്ള CHS കൊളംബോ, പല കപ്പലുകളും നമ്മുടെ എൽസാത്രി, അപകടം മത്സ്യമേഖലയ്ക്കും പ്രകൃതിക്കും ഒക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ മുന്നൊരുക്കം നടത്തണമെങ്കിൽ അറ്റകുറ്റപ്പണിയും കപ്പൽ നിർമ്മാണവും ചേരുന്ന ഒരു കോംപ്ലക്സിന്റെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണം. ഇവിടെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന്, നമ്മൾ വൈകിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇനി അവതരിപ്പിക്കാം. ലോകത്തിൽ ഓടുന്ന കപ്പലുകൾക്ക് കണ്ടെയ്നർ കയറ്റുക, കണ്ടെയ്നർ ഇറക്കുക എന്നുള്ള പ്രാഥമികമായ കടമ നിർവഹിക്കുമ്പോൾ അവർക്ക് വേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ കൂടി ഓരോ പോർട്ടിൽ നിന്നും നൽകേണ്ടതാണ്. അതിന്റെ ഉദാഹരണം ഇവിടെ നിന്ന് 16/6
ഒരു 7-8 ദിവസം മുമ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ട കപ്പൽ, അതിന്റെ കഥയും സെയിലിംഗ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. MSC മീന ഇവിടെ നിന്ന് കേവലം 6 ദിവസം കൊണ്ട് വിയറ്റ്നാമിലെ വൊങ്താവു പോർട്ടിൽ എത്തുമെന്നാണ് പറഞ്ഞത്. 16/6/22 22-ാം തീയതി അവിടെ എത്തുമെന്നാണ് MSC അവരുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയതും. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോഴും അത് തന്നെയായിരുന്നു. പക്ഷെ കപ്പലിനെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ കപ്പൽ പിന്നെ ഒരു ഘട്ടത്തിൽ അത് സിംഗപ്പൂർ ആങ്കറേജ് എന്ന് മാറ്റി. സിംഗപ്പൂർ പോർട്ടല്ല, സിംഗപ്പൂർ ആങ്കറേജ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സിംഗപ്പൂർ ആങ്കറേജില് 21/6/25 ഈ 21-ാം തീയതി പുലർച്ചെ 00:45 എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ഉള്ളപ്പോൾ അവിടുത്തെ ആങ്കറേജിലെത്തി. നേരെ വൊങ്താവൂല് പോകേണ്ട കപ്പലാണ്. 21-ാം തീയതി പുലർച്ചെ 45-ന് 00:45-നെത്തി. അപ്പൊ ഞാൻ വീണ്ടും നോക്കുകയാണ്, എന്തിനാണ് കപ്പൽ 24 മണിക്കൂറോളം എടുത്തു. എന്നാൽ പോർട്ടിൽ പ്രവേശിക്കുന്നില്ല, ആങ്കറേജിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് 22/6 ഒരു ദിവസം കഴിഞ്ഞപ്പോ പുലർച്ചെ 2 മണിക്ക് കപ്പൽ വൊങ്താവൂലോട്ട് യാത്ര തുടരുന്നു. ആർക്കുവാണെങ്കിലും പരിശോധിക്കാം. 24 മണിക്കൂർ എന്തിനാണ് സിംഗപ്പൂരിന്റെ ആങ്കറേജിൽ ചെലവഴിച്ചത്? അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട വിഷയം. ഒരു തുറമുഖം ഉണ്ടാക്കി വെച്ച് അവിടെ കുറെ കണ്ടെയ്നർ ഇറക്കി വെക്കുക, കണ്ടെയ്നർ കയറ്റി വിടുക മാത്രമല്ല കപ്പൽ മേഖലയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ലഭിക്കാത്തത് കൊണ്ടാണ്. ബങ്കറിംഗ് ഇവിടെ ഇല്ല, ഷാൻഡ്ലിംഗ് ഇവിടെ ഇല്ല, കപ്പലിന് വേണ്ട അനുബന്ധ പ്രവർത്തനങ്ങളൊന്നും നൽകാൻ കഴിയുന്നില്ല, ക്രൂ ചേഞ്ച് ഇവിടെ ഇല്ല. ഇവയെല്ലാം ചെയ്യുന്നത് സിംഗപ്പൂരിലാണ്. എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ഒഴിവാക്കാൻ കപ്പൽ കമ്പനികൾക്ക് പറ്റാത്തത്? നമ്മളെപ്പോലുള്ള പോർട്ടുകൾ അത്തരം സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നില്ല. അപ്പൊ 24 മണിക്കൂർ MSC മീന പുറംകടലിൽ, സിംഗപ്പൂർ കടലിന്റെ പുറംകടലിൽ കിടന്നത് ഇത്തരം കാര്യങ്ങൾ, പ്രധാനമായും ബങ്കറിംഗ് ആയിരിക്കും. ഏറ്റവും വലിയ ബങ്കർ, ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കർ പോർട്ടാണ് സിംഗപ്പൂർ. ബങ്കർ എടുക്കാൻ വേണ്ടി കിടന്നു. അതോടൊപ്പം ക്രൂ ചേഞ്ചും ഷാൻഡ്ലിംഗ്, ഭക്ഷണ സാധനങ്ങൾ, ഇവയെല്ലാം ശേഖരിച്ച് 24 മണിക്കൂർ കൊണ്ട് വൊങ്താവൂലോട്ട് യാത്ര തുടരുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 6 ദിവസം എന്നുള്ളത് 8 ദിവസം. TRV വൊങ്താവു 8 ദിവസം. ഈ സേവനം നമ്മുടെ ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ടെയ്നർ ഇറക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റു പല പ്രവർത്തനങ്ങളും മറുവശത്തുകൂടി ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ 6 ദിവസം കൊണ്ട് വൊങ്താവൂലോട്ട് പോകുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ MSC എന്താണ് ചിന്തിക്കുക? സിംഗപ്പൂരിനെ ഒഴിവാക്കാൻ എല്ലാം TRVയിൽ തന്നെ ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ ഇത്തരം എല്ലാ സേവനങ്ങളും TRVക്ക് നൽകാൻ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ലാൻഡ് സൈഡിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിമിതി ഇപ്പോഴും നമ്മുടെ തുറമുഖം നേരിടുകയാണ്. തൊട്ട് പിന്നാലെ പോകുന്നുണ്ട് MSC ഐറിന, പോകുന്നത് സിംഗപ്പൂരിലേക്കാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ വെബ്സൈറ്റ് പ്രകാരം ക്യുങ്ഡാവോ, ചൈനയിലെ ക്യുങ്ഡാവിലോട്ടാണ് പോകേണ്ടതെന്ന് പറയുകയും എഴുതി വെക്കാത്ത വിധത്തിൽ സിംഗപ്പൂരിലോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ആഗോള കപ്പൽ കമ്പനികൾക്ക് ഈ പറയുന്ന തരത്തിൽ റിപ്ലനിഷ്മെന്റ് എന്ന് പറയാം, കുടിവെള്ളം എടുക്കാം, ഇന്ധനം എടുക്കാം, ഭക്ഷണ സാധനങ്ങൾ എടുക്കാം, മരുന്നുകൾ എടുക്കാം, ബങ്കറിംഗ്, ഫ്യൂവൽ എടുക്കാം, എല്ലാം കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ, ഇനി അറ്റകുറ്റപ്പണി എന്തെങ്കിലും ചെറിയ പണിയുണ്ടെങ്കിൽ ലാൻഡ് സൈഡിൽ നിന്ന് ക്രൂ വന്ന് പരിഹരിച്ചു കൊടുക്കുന്ന തരത്തിൽ സ്പെയർ പാർട്സിന്റെ ലഭ്യത, ഇവയെല്ലാം എന്നാണോ TRV സജ്ജമാക്കി കൊടുക്കുന്നത് അന്ന് നമ്മുടെ പോർട്ടിന്റെ എഫിഷ്യൻസി കൂടും. അന്നേരം കൂടുതൽ കപ്പൽ കമ്പനികൾ, MSC മാത്രമല്ല ലോകത്തിലെ 10ഓളം വരുന്ന വമ്പൻ കമ്പനികൾ മത്സരിച്ച് നമ്മുടെ തുറമുഖത്തിൽ എത്തുകയും ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വപ്നം കാണുന്ന തരത്തിൽ ഒരു ബ്ലൂ ഇക്കോണമിയുടെ പ്രതിഫലനം ലാൻഡ് സൈഡിലും ജനങ്ങൾക്കും നേരിട്ട് ദൃശ്യമാകും, ടാൻജിബിൾ ആയിട്ട് അവർക്ക് തൊട്ടു നോക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റം ലാൻഡ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ 2 കപ്പലുകളുടെ MSC മീനയായാലും MSC ഐറിന ആയാലും ഇവിടെ നിന്ന് പോയ 2 കപ്പലുകളാണ്. എന്തുകൊണ്ട് ഡെസ്റ്റിനേഷൻ വൊങ്താവും ക്യുങ്ഡോയും വെച്ചിട്ട് സിംഗപ്പൂർ ആങ്കറേജിൽ എന്തിനവർ സമയം ചെലവഴിക്കുന്നു? അത് നമ്മൾ പ്രത്യേകം പഠിച്ചു മനസ്സിലാക്കിയാൽ
TRVയുടെ പ്രാധാന്യം എന്താണ്, TRV ഇനി നൽകേണ്ട സേവനങ്ങൾ എന്താണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അടിയന്തരമായി ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബോധ്യമാകും.